എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന LGSൻ്റെ മെയിൻ എക്സാമിൻ്റെ പേപ്പറാണ്. അതിൽ മാത്സ് പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. വില കാണുക 5 + 4 × 5 + 4 × 5 സ്ക്വയർ + 4 × 5 ക്യൂബ് + 4 × 5⁴ + 4 × 5⁵. ഇത് എങ്ങനെ കാണാം? അതായത് ആദ്യത്തേത് 5 കൂട്ടുക, 4 × 5 കൂടെ. അപ്പൊ എങ്ങനെയാ വരിക? 5 + 4 × 5 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 5 × 1 + 4 അല്ലേ? അപ്പൊ നമുക്ക് ഇത് എന്താ എഴുതാം? 5 × 5, അതായത് 5² എന്ന് എഴുതിക്കൂടെ? മനസ്സിലായോ? അപ്പൊ 5² എന്ന് എഴുതാം. ഇനി അടുത്തത് എങ്ങനെയാ വരിക? ഈ 5² പ്ലസ് ഇത് അല്ലെ? 5² + 4 × 5², ഇതല്ലേ വരിക? അപ്പൊ എന്ത് വരും? 5² പുറത്തേക്ക് എടുക്കുക, പിന്നെ 1 + 4 കൂടി വരും, അതായത് 5³ വരും അല്ലെ? ഇനി ഇവിടെയാണ് വെച്ചെങ്കിലോ, ഇതാണ് വെച്ചെങ്കിലോ 5³ + 4 × 5³ വരും അല്ലെ? അപ്പൊ എന്ത് വരും? 5³ × 1 + 4, അതായത് 5⁴ വരില്ലേ? ഇങ്ങനെ ഓരോന്നും നോക്കുമ്പോ നമുക്ക് കൂടി വരും, ഒരു 5 കൂടി വരും അല്ലെ? അപ്പൊ 5⁵5 ആവുമ്പോ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 5�6 ആണ് കിട്ടുക. അപ്പൊ സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇതൊരു പാറ്റേൺ ആയിട്ടാണ്. അപ്പൊ നമുക്ക് ആ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വേഗത്തിൽ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിലെ പ്രതിബിംബം കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ 11:15 ആണെങ്കിൽ യഥാർത്ഥ സമയം എങ്ങനെയാണ് കാണാം? 11:15 അല്ലേ ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത്? ക്ലോക്കിലെ പ്രതിബിംബം കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ 11:15 അല്ലെ? യഥാർത്ഥ സമയം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 11:60 നിന്ന് 11:15 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 5, 4, പിന്നെ എന്താണ്, ഇവിടെ 0 വരിക. അപ്പൊ 12 മണി കഴിഞ്ഞ് 45 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ജൂലൈ 8 ചൊവ്വാഴ്ചയാണെങ്കിൽ 95 ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസമായിരിക്കും? 95 ദിവസം എന്ന് പറഞ്ഞാൽ 95-ലെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതാണ് ശിഷ്ടം വരിക എന്ന് നോക്കുക. അപ്പൊ എന്താണ്? 7 7 25-ല് എത്ര പ്രാവശ്യം പോവും? 7 3 21 അല്ലെ? അപ്പൊ 4 ഇതിന്റെ ശിഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? 7 ആഴ്ച ഇത് കഴിയും അല്ലെ? 7 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ 4 ദിവസം കൂടി കഴിഞ്ഞ, അതായത് 8 ചൊവ്വാഴ്ചയാണ് വെച്ചെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോ ഒരാഴ്ച കഴിഞ്ഞ പിന്നെയും ചൊവ്വാഴ്ച വരും. അങ്ങനെ 7 ആഴ്ച കഴിയുമ്പോഴും ചൊവ്വാഴ്ച തന്നെ വരിക അല്ലെ? അത് കഴിഞ്ഞ എത്ര ദിവസം ഉണ്ട്? 4 ദിവസം കൂടി ഉണ്ട്. അപ്പൊ ചൊവ്വ കഴിഞ്ഞ ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരിക? ശനി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 0, 26, 124, 342, 728 എന്ന ശ്രേണിയിലെ അടുത്ത പദം ഇതെങ്ങനെയാ വരണേ നോക്കൂ. 1³ - 1 ആണ് 0. ഇതെന്താണ്? 3³ - 1 അല്ലേ? 3 3 9, 9 3 27, 27 - 1 ആണ് 26. ഇനി ഇതെന്താണ്? 5³ - 1 അല്ലേ? ഇനി ഇതെന്താണ്? 7³ - 1 അല്ലേ? ഇനി ഇതെന്താണ്? 7³ കഴിഞ്ഞ ഇതെന്താ വരിക? 728 അല്ലെ? അപ്പൊ ഏതിന്റെ ക്യൂബാ വരിക നോക്കൂ. 9ന്റെ ക്യൂബാണ് അല്ലെ? 9ന്റെ ക്യൂബ് എത്ര വരിക? 729 ആണ് വരിക. -1 അല്ലേ 728. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. 1 3 5 7 9. അപ്പൊ ഇനി അടുത്തത് ഏത് വരും? 11³ - 1 വരും. 11² 121 ആണ് അല്ലെ?
121 ഇൻറ്റു 11 എത്ര വരാ? 121 ഇവിടെ 121 അല്ലെ, 1 3 3 1 എന്നല്ലേ വരിക. അപ്പൊ അത് -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 3 3 0 അല്ലേ. അപ്പൊ ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ കുട്ടികളെ വരിയായി നിർത്തിയിരിക്കുന്നു. വരിയിൽ ആകെ 50 കുട്ടികളുണ്ട്. അതിൽ അനു മുൻപിൽ നിന്ന് 10ാമത്, വിനു പിന്നിൽ നിന്ന് 34ാമത്. അവരുടെ ഇടയിൽ എത്ര കുട്ടികളുണ്ട്? അപ്പൊ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പറയുന്നുണ്ട് കുട്ടികളുടെ എണ്ണം അല്ലെ. മുന്നിൽ നിന്ന് എത്രയാണ്? 10 ആണ്. പിന്നിൽ നിന്ന് 34 ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എത്ര പേരുണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയ എത്ര കുട്ടികളായി നോക്കൂ. 34ഉം 10ഉം 44 കുട്ടികളാണ് ആയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇനി ആകെ എത്ര എണ്ണം ഉണ്ട്? 50 ഉണ്ട്. അപ്പൊ ഇവിടെ ഇടയിൽ എത്ര ആളുണ്ടാവും? 6 പേര്. അപ്പൊ സി എന്നുള്ളതല്ലേ ആൻസർ. കാരണം എന്താണ്? ഈ 44 പേരെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെയുള്ളത് അതിന്റെ ഇടയിലുള്ള കുട്ടികളാണ് അല്ലെ. ആ കുട്ടികൾ എന്ന് പറയുന്നത് 50ന്ന് ഈ 44 മൈനസ് ചെയ്തതല്ലേ. അപ്പൊ 6 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എവിടെയാണ്? ഓക്കെ. ഒരു ജോലി എയും ബിയും ഒരുമിച്ച് ചെയ്ത് തീർക്കുന്നതിന് 30 ദിവസം വേണം. ബിയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്ന ആളാണ് എ എങ്കിൽ എ തനിച്ച് ആ ജോലി ചെയ്ത് തീർക്കുന്നതിന് എത്ര ദിവസം വേണം? എയും ബിയും ഒരുമിച്ച് ചെയ്യണത് 30 ദിവസമാണ്. പിന്നെ എന്താണ്? എഫിഷ്യൻസി എങ്ങനെയാണ്? ബിയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്ന ആളാണ് എ. അപ്പൊ നമുക്ക് എഫിഷ്യൻസിയുടെ അനുപാതം റേഷ്യോ എങ്ങനെ എടുക്കാം? 3:1 എന്ന് എടുത്തൂടെ? കാരണം 3 മടങ്ങ് ജോലി ചെയ്യുന്ന ആളാണ് എ അല്ലെ. ബിയേക്കാൾ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3:1 അല്ലേ വരിക എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസി 3:1 വന്നാ രണ്ടാളും കൂടി ചെയ്യണത് ഒരു ദിവസം എത്രയാണ്? 3 + 1 4 വർക്കാണ് അല്ലെ. 4 ഭാഗമാണ് ചെയ്യണത്. അപ്പൊ ഇനി 30 ദിവസം വേണം രണ്ടാളും കൂടി ചെയ്യാൻ. അപ്പൊ 4 × 30 അല്ലേ ആകെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ്? 120 ആണ് ആകെ ജോലി. ഇനി എന്താ പറയണേ? എ തനിച്ച് ചെയ്യണം. എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 3 വർക്കാണ് അല്ലെ. ഒരു ദിവസം ചെയ്യുക. അപ്പൊ 120/3 ചെയ്താൽ പോരെ. അപ്പൊ ഏതാണ്? 40 എന്നുള്ളതാണ്. അപ്പൊ എക്ക് വേണ്ടി വരുന്ന ദിവസം എന്ന് പറയുന്നത് 120/3 40 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കണു. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതേമാതിരിയുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലില്. പിന്നെ എന്താണ്? കൂടുതൽ ക്വസ്റ്റ്യൻസ്, പഴയ കാലത്തെ ക്വസ്റ്റ്യൻസ്, LGSന്റെ നിറയെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കി പഠിക്കുക കേട്ടോ. നെക്സ്റ്റ്, ഒരു സമചതുരത്തിന്റെ വികർണം വശമായി വരയ്ക്കുന്ന സമചതുരത്തിന്റെ വിസ്തീർണം 1352 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ആയാൽ ആദ്യ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം. ഒരു സമചതുരം ഇങ്ങനെ വരച്ചു. അതിന്റെ വികർണം എന്ന് പറയുന്നത് ഇതല്ലേ. ഈ വികർണം സമചതുരത്തിന്റെ വശമായി വരണം. അപ്പൊ ഇവിടെയൊക്കെ ഉള്ളത് ഈ വികർണമായിരിക്കണം അല്ലെ. അങ്ങനെയുള്ള ഒരു സമചതുരത്തിന്റെ വിസ്തീർണം എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. ഇപ്പൊ നമ്മള് എന്താണ് വിചാരിക്കുന്നത്? ഒരു സമചതുരത്തിന്റെ വശം എ എന്ന് വിചാരിക്കാം. ഇവിടെയും എ ആവില്ലേ. അപ്പൊ ഇവിടെ എന്ന് പറയണത് ഈ ഡയഗണൽ എന്താവും? A√2 ആവില്ലേ. ഡയഗണൽ A√2 ആവും. അപ്പൊ നമുക്ക് ഇത് ഒരു വശം അല്ലെ. A√2 എന്ന് പറയുന്നത് ഒരു വശം. ഇവിടെ അപ്പൊ ഈ വശം എന്താവും? A√2 ആവും, സമചതുരായ കാരണം. അപ്പൊ ഇനി അതിന്റെ വിസ്തീർണം എങ്ങനെയാ കാണാ? A√2 × A√2 അല്ലെ. വശം ഇൻറ്റു വശം അല്ലെ വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 2a² എന്ന് വരില്ലേ. ഈ 2a² ആണ് 1352 എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 2a² എന്ന് പറയുന്നത് 1352 ആണ്. a² എന്ത് വരും? 1352/2 വരില്ലേ. ഇവിടെ 6 2 12, 15 7 2 14, 12 6 2 12, 676 എന്ന് വരില്ലേ. ഇനി എ കാണാൻ എന്താ ചെയ്യാ? ഇതിന്റെ റൂട്ട് എടുക്കുക അല്ലെ. 676ന്റെ റൂട്ട് എന്താണ് വരിക? 26 ആണ് വരിക.
കാരണം 20 20 400 400-നേക്കാട്ടും കൂടുതലാണ്. പിന്നെ എന്താണ്, ഒറ്റയുടെ സ്ഥാനത്ത് 6 വരണം അല്ലെ. അപ്പൊ നമുക്ക് 26 തന്നെയുള്ളൂ ചോയ്സ്. അപ്പോൾ ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇരുന്നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ എ 45 സെക്കൻഡിലും ബി 50 സെക്കൻഡിലും ദൂരം പൂർത്തിയാക്കും. ഈ ഓട്ടത്തിൽ എ ബിയെ എത്ര സെക്കൻഡ് മുന്നിൽ നിന്ന് ജയിക്കും? അതായത് ഓട്ട മത്സരത്തില് എത്രയാണ് ദൂരം എന്ന് പറയുന്നത്? 200 മീറ്റർ ആണ് അല്ലെ. ആകെ ദൂരം എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. അപ്പൊ ബിയുടെ വേഗത എന്ന് പറയുന്നത് എന്താണ്? ബിയുടെ വേഗത എന്ന് പറയുന്നത് 200/50 അല്ലേ. അപ്പൊ എത്രയാണ് ബിയുടെ വേഗത എന്ന് പറയുന്നത്? 4 മീറ്റർ പെർ സെക്കൻഡ് ആവില്ലേ? കാരണം എന്താണ്, 200/50 അല്ലെ. 200 മീറ്റർ ഡിവൈഡഡ് ബൈ 50 സെക്കൻഡ്. അപ്പൊ നമുക്ക് ഇവിടെ 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് 4 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എ ഓട്ടം തീർക്കണത് എപ്പോഴാണ്? 45 സെക്കൻഡിലാണ് പൂർത്തിയാക്കണത് അല്ലെ. അപ്പൊ ആ സമയത്ത് ബി സഞ്ചരിച്ച ദൂരം അല്ലെ നമുക്ക് കണ്ടത്. അപ്പം എന്താണ്, 4 × 45 കണ്ടാൻ പോരെ. കാരണം എന്താണ്, ബി എന്നുള്ളത് 4 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വേഗതയിലാണ് ഓടുന്നത് അല്ലെ. അപ്പോ എ ഓട്ടം പൂർത്തിയാക്കുമ്പോ ബി എവിടെയാവും? ആ 45 സെക്കൻഡില് എവിടെയാണെന്നല്ലേ നമുക്ക് അറിയേണ്ടത്. അപ്പൊ 45 × 4 ചെയ്താ പോരെ. അപ്പൊ അത് എത്രയാണ്? 180 അല്ലെ. അപ്പൊ എ ഓട്ടം അപ്പൊ ബി സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് അപ്പൊ 180 ആണ് അല്ലെ. എ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നതോ? എ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എന്താണ് വരിക? എ സഞ്ചരിച്ച ദൂരം എത്രയാ വന്ന്? അതായത് എ ബിയെ പരാജയപ്പെടുത്തിയ ദൂരം എന്ന് പറയുന്നത് എന്താണ്? 200 ആണ് എ എത്തിയത് അല്ലെ. ബി എത്തിയത് 180. അപ്പൊ 200 - 180 ചെയ്താ പോരെ. അപ്പൊ ഇത് എത്രയാണ്? 20 മീറ്റർ എന്നുള്ളതല്ലേ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഡി എന്നുള്ളതല്ലേ കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ എത്ര സെക്കൻഡ് മുന്നിൽ നിന്ന് ജയിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കണേ. അപ്പൊ എത്ര സെക്കൻഡ് മുന്നിൽ നിന്ന് ജയിക്കും? 20 മീറ്റർ ആണ് വേണ്ടത്. ഇവിടെ നമ്മള് 20 മീറ്റർ ആണെന്ന് കണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമുക്ക് എന്താണ് 45 സെക്കൻഡില് എ, ബി 50 സെക്കൻഡില് ദൂരം പൂർത്തിയാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് കണ്ടാ പോരെ. അപ്പൊ നമുക്ക് എത്ര സെക്കൻഡ് എന്നാണ് ചോദിച്ചിരിക്കണേ, എത്ര മീറ്റർ ദൂരം എന്നല്ല ചോദിച്ചിരിക്കണേ. അപ്പൊ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ എന്താണ് 50 - 45 ചെയ്താൽ മതി. 5 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. നോക്കാം. ഒരാൾ 3 ബുക്ക് വാങ്ങിയപ്പോൾ ഒരു ബുക്ക് സൗജന്യമായിട്ട് കിട്ടി എങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് സൗജന്യമായിട്ട് കിട്ടിയത് എത്ര എണ്ണാണ്? ഒരു ബുക്കാണ്. എത്ര ബുക്ക് വാങ്ങിയപ്പോ? 3 ബുക്ക് വാങ്ങിയപ്പോ. പക്ഷെ അപ്പൊ എത്ര എണ്ണം കയ്യിലുണ്ടാവും? 4 ബുക്ക് ഉണ്ടാവും അല്ലെ. 4 ബുക്കില് ഒരു ബുക്കാണ് നമുക്ക് കിട്ടിയത് അല്ലെ. അപ്പൊ അതിന് ശതമാനം എങ്ങനെ കാണാം? 1/4 × 100 ചെയ്താ പോരെ. അപ്പൊ ഏത് ശതമാനാണ്? 25% എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യണത് എത്ര സൗജന്യമായി കിട്ടി, ആകെ എത്ര ബുക്ക് ഉണ്ട് നമ്മുടെ കയ്യില്, ഇൻറ്റു 100 ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 10 ക്യൂബ് - 7 ക്യൂബ് ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ പ്ലസ് 70 പ്ലസ് 7 സ്ക്വയർ. ഇത് എങ്ങനെ ചെയ്യാം? ഇത് എങ്ങനെയാണ് ഫോം നോക്കൂ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ ഇത് എന്താണ് വരണേ നോക്കൂ. എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലേ.
അപ്പൊ എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ഇതിനെ എന്താ എഴുതാം? 10 ക്യൂബ് മൈനസ് 7 ക്യൂബിനെ എന്താ എഴുതാം? 10 മൈനസ് 7 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 70 പ്ലസ് 7 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഡിവൈഡഡ് ബൈ പിന്നെ എന്താണ്? ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ പ്ലസ് 70 പ്ലസ് 7 സ്ക്വയർ. ഇത് ക്യാൻസൽ ചെയ്ത് പോവില്ലേ? അപ്പൊ നമുക്ക് ആൻസർ എന്താണ്? 10 മൈനസ് 7. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഭയങ്കര വേഗത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ ആൻസർ കിട്ടും. ഇതിൽ ഒരു വിഷമം ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഈ ഒരു 78ാമത്തെ ക്വസ്റ്റ്യൻ മാത്രം നമുക്കൊരു ഇത്രയൊന്ന് കാരണം എത്ര സെക്കൻഡ് വേണ്ടു, നമ്മള് വേഗം ദൂരമൊക്കെ കണ്ടുപിടിച്ചു അല്ലെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് മാത്രമേ കണ്ടു. അപ്പൊ 5 സെക്കൻഡ് എന്നുള്ളതാണ് അവിടെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.